ഓക്കെ ശാലിനി, അമിത്ഷായുടെ പുത്തരിക്കണ്ടത്തെ പ്രസംഗം, അതോടൊപ്പം തന്നെ അദ്ദേഹം മാരാർജി ഭവൻ സന്ദർശിക്കുകയും മാരാർജി ഭവൻ കേരളത്തിനായി തുറന്നു നൽകുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവൻ കേരളത്തിന് സമർപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ BJPയുടെ ഭാവി ശോഭനമെന്നും അദ്ദേഹം പറഞ്ഞു. ആദിശങ്കരൻ പിറന്ന മണ്ണാണ് കേരളം. ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭന്റെയും ഭൂമിയാണിത്. വികസിത കേരളമാണ് BJPയുടെ ലക്ഷ്യം. മോദി സർക്കാർ PFIക്ക് നിരോധനം ഏർപ്പെടുത്തി. എന്നാൽ കേരളത്തിലെ ഇടതു സർക്കാർ എന്തുകൊണ്ട് PFIക്ക് നിരോധനം ഏർപ്പെടുത്തിയില്ല എന്ന ചോദ്യവും അമിത്ഷാ ചോദിക്കുന്നു. ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചെങ്കിലും കേരളത്തിൽ വികസനം നടപ്പായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഭീകരവാദത്തിന് മറുപടി നൽകാൻ മോദിക്കും BJPക്കും മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. अब समय आ गया है कि परिवर्तन करने के लिए, विकसित केरलम बनाने के लिए सीधा भारतीय जनता पार्टी और NDA के लिए वोट करिए. ബിനീഷ് പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്നും ഇപ്പോൾ ചേരുകയാണ്. ബിനീഷെ, കൃത്യമായി പറഞ്ഞാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടണം എന്ന കൃത്യമായ സന്ദേശം BJPയുടെ വാർഡ് തലത്തിലുള്ള കാര്യകർത്താക്കൾക്ക് അമിത്ഷാ നൽകിയിരിക്കുന്നു. ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ലക്ഷ്യം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. 2026-ൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തും എന്ന പ്രഖ്യാപനത്തോടെയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് നിന്നും മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ അരമണിക്കൂർ നീണ്ടുനിന്ന പ്രസംഗത്തെ എങ്ങനെ നോക്കിക്കാണാം? ഒപ്പം ഇടത് വലത് മുന്നണികൾക്ക് രൂക്ഷമായ വിമർശനവും താക്കീതും നൽകിക്കൂടിയാണല്ലോ അമിത്ഷാ തന്റെ പ്രസംഗം പൂർത്തീകരിച്ചത്. ബിനീഷ്, തീർച്ചയായിട്ടും ഗൗതം, ഇടതു വലതു മുന്നണികളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തിയത്. ഇന്ന് വാർഡ് നേതൃയോഗത്തിൽ അദ്ദേഹം പ്രസ്താവിച്ചതും അത്തരത്തിൽ തന്നെയാണ്. ഇനിയുള്ള കാലഘട്ടം അല്ലെങ്കിൽ ഇനിയുള്ള സമയം അത് BJPയുടെ സമയമാണെന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ്. കേരളത്തിലും BJPയുടെ സമയമാണെന്ന പ്രഖ്യാപനം തന്നെയാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷത്തിനുള്ളത്. സ്വന്തം കീശ വീർപ്പിക്കാനും സ്വന്തം പാർട്ടി പ്രവർത്തകരെ വികസനവും മാത്രമാണ് ഇടതുപക്ഷം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. പല അഴിമതി ആരോപണങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്ന പല അഴിമതി ആരോപണങ്ങളും എണ്ണി പറയുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് അമിത്ഷാ സ്വീകരിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസിനെ പൂട്ടിയിരിക്കുന്നു, കോൺഗ്രസ് പൂട്ടാറായി എന്ന് സംബന്ധിച്ചുള്ള പരിഹാസവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്ത് ഉണ്ടായി. ഒപ്പം പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ. 21,000 സീറ്റിലേക്കാണ് ഈ വാർഡ് ഇലക്ഷനിൽ BJP മത്സരിക്കുന്നത്. കേരളത്തിൽ 25%-ലധികം വോട്ടിലേക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP കടക്കണം. അടുത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വലിയ ശക്തിയായി കേരളത്തിൽ മാറും. NDA സർക്കാരായിരിക്കും, പ്രത്യേകിച്ച് ദേശീയ ജനാധിപത്യ സർക്കാരായിരിക്കും കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ ഭരണം നടത്താൻ പോകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അമിത്ഷാ ഞാൻ നിൽക്കുന്ന ഈ പുത്തരിക്കണ്ടം മൈതാനിയിലെ വേദി വിട്ടിറങ്ങിയത്. വളരെ ആവേശോജ്വലമായ ഒരു സ്വീകരണം തന്നെയാണ് അമിത്ഷായ്ക്ക് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അനന്തപുരിയിൽ ഓരോ പ്രവർത്തകരും നേതാക്കളും നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ BJP ഇന്ന് വളർന്നു വരുന്ന പാർട്ടി മാത്രമല്ല, ഓരോ BJP പ്രവർത്തകരും പാർട്ടിയുടെ ശക്തി ബൂത്ത് തലങ്ങളിൽ അറിയിക്കണം എന്ന നിർദ്ദേശവും അമിത്ഷാ നൽകുകയുണ്ടായി. കേരളത്തിൻ്റെ യഥാർത്ഥ മാറ്റം BJPയുടെ അധികാരത്തിലെത്തുന്നതിലൂടെ കൂടെയാണ്. കേരളത്തിൻ്റെ വികസനം BJP അധികാരത്തിലെത്തുന്നതോടുകൂടി മാത്രമേ യാഥാർത്ഥ്യമാകൂ എന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിലും BJP അധികാരത്തിൽ വരണം. ഒപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, കേന്ദ്ര പദ്ധതികളൊക്കെ തന്നെ കൃത്യമായി സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് അല്ലെങ്കിൽ അതിന് സമാനമായ ദേശീയ ചിന്താധാരയുള്ള BJPയുടെ അധികാരം തന്നെ കേരളത്തിലേക്ക് എത്തണമെന്ന നിലപാട് തന്നെയാണ് പ്രധാനമായും അമിത്ഷാ ഉന്നയിച്ചിരിക്കുന്നത്. ആവശ്യം തന്നെയാണ് പ്രവർത്തകരോടും ജനങ്ങളോടും ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, PFI അടക്കമുള്ള സംഘടനകളെ കേരളത്തിൽ വളർത്തുന്നത് ഇടതുപക്ഷമാണ്. മത തീവ്രവാദ ശക്തികൾക്ക് കളമൊരുക്കുന്നതും ഇടതുപക്ഷ കേന്ദ്രങ്ങളാണ്, പിണറായി സർക്കാരാണെന്ന പൂർണ്ണമായ ആക്ഷേപം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, PFIയെ കേന്ദ്രം നിരോധിച്ചപ്പോൾ എന്തുകൊണ്ട് കേരളം നിരോധിക്കാൻ തയ്യാറായില്ല? PFIക്ക് എന്തുകൊണ്ട് സംസ്ഥാനത്ത്
കൂടുതൽ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുന്നു, പ്രത്യേകിച്ച് പിണറായി സർക്കാർ ഒരുക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് അമിത്ഷാ ഉന്നയിച്ചത്. ഒപ്പം തന്നെ മത തീവ്രവാദികൾക്ക് ശക്തി പകരുന്ന അല്ലെങ്കിൽ കൂറ് ഉള്ള മണ്ണായി കേരളം മാറുന്നു, ദേശീയ ചിന്താധാരയെ വഴിതിരിക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്, തീവ്രവാദ കേന്ദ്രങ്ങളിൽ അത്തരം സംവിധാനങ്ങൾ അടക്കം കേരളത്തിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന കൃത്യമായ ഒരു താക്കീതും കൂടി അമിത്ഷാ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ഒരു ചോദ്യത്തിലൂടെ തന്നെയാണ് അത് വ്യക്തമാക്കിയത്. എന്തുകൊണ്ട് PFI കേരളത്തിൽ നിരോധിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്ന ചോദ്യം അദ്ദേഹം പരസ്യമായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. അപ്പോൾ കൃത്യമായി തന്നെ ഒരു താക്കീത് സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ നൽകുന്നു എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ മറ്റു നിരവധി കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. കോൺഗ്രസ് നൽകിയതിലും കോൺഗ്രസും രാജ്യത്തുടനീളം അഴിമതിയുടെ വക്കിലാണ്. ഒപ്പം തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തുടനീളം കോൺഗ്രസിനെ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് പൂർണ്ണമായും പൂട്ടിയ അവസ്ഥയിലാണ് എന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് അമിത്ഷാ പ്രസംഗത്തിലുടനീളം പറഞ്ഞത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കേന്ദ്ര പദ്ധതികളുടെ വികസന നേട്ടങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന് കേന്ദ്രം നൽകിയ വികസനങ്ങൾ, ഹൈവേയുടെ നിർമ്മാണങ്ങൾ, ഒപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം എണ്ണി പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് നൽകിയ വികസന പദ്ധതികൾ, കേന്ദ്രത്തിലെ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി അമിത്ഷാ പറയുന്ന സാഹചര്യം. ഒപ്പം തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 21,000 സീറ്റുകളിൽ കേരളത്തിൽ BJP മത്സരിക്കുമ്പോൾ, വാർഡ് തലങ്ങളിൽ BJP മത്സരിക്കുമ്പോൾ അത് BJPക്ക് വലിയ ശക്തി പകരും. ഒപ്പം തന്നെ വലിയ മാറ്റങ്ങൾക്കായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുക എന്ന നിലപാട് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. ഒപ്പം 25% വോട്ടുകൾ സംസ്ഥാനത്തുണ്ടാകണം. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 25% കൃത്യമായ വോട്ടുകൾ സംസ്ഥാനത്ത് ഉണ്ടാകണമെന്ന നിലപാട് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കിയത്. അദ്ദേഹം ആവേശോജ്വലമായ രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. വളരെ ആവേശത്തിൽ തന്നെയാണ് ഓരോ പ്രവർത്തകരും ഞാൻ നിൽക്കുന്ന ഈ പുത്തരിക്കണ്ടം മൈതാനത്തിൽ നിന്ന് മടങ്ങിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നിലവിൽ അമിത്ഷാ തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് ഇവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം തങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ കണ്ണൂരിലേക്ക് തിരിക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദിനേഷേ, അമിത്ഷായുടെ ഈ പ്രസംഗത്തിൽ വളരെ ശ്രദ്ധേയമാകേണ്ട മറ്റൊരു കാര്യം, ചില സംസ്ഥാനങ്ങളിൽ BJP നടത്തിയ മുന്നേറ്റങ്ങളെപ്പറ്റി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒന്ന് ത്രിപുരയാണ്. നമുക്കറിയാം, ഒരു കാലത്ത് CPMന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ഏതാണ്ട് 19 വർഷക്കാലം തുടർച്ചയായി CPM ഭരിച്ച സംസ്ഥാനമാണ്. ആ ത്രിപുരയിൽ BJP മുന്നേറ്റത്തിൽ തകർന്നടിഞ്ഞുപോയി ഇടതുകോട്ടകളെല്ലാം.